കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇന്ന് ചുമ്മാ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഇന്ന് ചുമ്മാ പുറത്തൊക്കെ പോകാം നേരത്തെ എണ്ണിക്കാമെന്ന് വിചാരിച്ചാണ്. എന്നിട്ട് ലേറ്റായി എഴുന്നേറ്റപ്പോൾ ഇപ്പോൾ 12 മണി. അപ്പോൾ ഞാൻ റെഡിയായി, ഇനി നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോകാം. ഒരു പ്ലാനും ഇല്ലാതാണ് ഈ വീഡിയോ എടുക്കുന്നത്. എവിടെ പോകണം എന്നൊന്നും ഒരു പ്ലാനും ഇല്ല. എനിക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് തോന്നി, അപ്പോൾ അവിടേക്ക് നമുക്ക് പോകാം. എവിടെയും പോകണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പിന്നെ ഇവിടെ തന്നെ ഇരുന്ന് ബോറടിച്ച് നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ഇതാണ്. അപ്പോൾ എന്നാൽ പിന്നെ പുറത്തൊക്കെ പോകാം. അപ്പോൾ നല്ല കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ നല്ല രസമാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചാണ് ഞാൻ എന്നാൽ ഇന്ന് ചുമ്മാ നമുക്ക് ആനക്കട്ടി റൂട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് നമുക്കിപ്പം ആനക്കട്ടി റൂട്ട് പോകാം. ഞാനിപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല, ജസ്റ്റ് വെള്ളം മാത്രം എടുത്തുകൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് പോകാം. ഇന്നത്തെ ട്രിപ്പ് അപ്പോൾ ഒരു ഫിൽറ്റർ കോഫി കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താലോ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആനക്കട്ടി റോഡിലുള്ള മാംഗോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഹോട്ടൽ ആഹാരം എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഇരിക്കുന്നത്. ഇത് ഓപ്പൺ സ്പേസ് ഏരിയയിൽ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം, അങ്ങനത്തെ സെറ്റപ്പാണ്. ഇത് മലയാളീസാണ് നടത്തുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫുഡ് ഐറ്റംസും നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ എന്താ ഒരു ഫിൽറ്റർ കോഫിയൊക്കെ പറഞ്ഞ് അതൊക്കെ കുടിച്ച് നമ്മൾ ട്രിപ്പിന് റെഡിയായി. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് ഷോളയൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ആനക്കട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഞാൻ വണ്ടി ഒരിടത്ത് നിർത്തിയേക്കുവാണ്. ഈ ഒരു എന്താ പറയുക, കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു നമുക്കപ്പോൾ ഇനി ഞാൻ ഇവിടെ അടുത്ത് എന്താ കാണാനുള്ളത് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കോട്ടത്തറ ബ്രിഡ്ജുണ്ട്. ഇവിടുന്ന് 4 മിനിറ്റ് പോകും. ഇവിടെ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ്. ഇങ്ങനെ വണ്ടിക്ക് ഇങ്ങനെ പാളിപ്പോകുന്ന തരത്തിലെ കാറ്റ്. ഇന്നെന്താ ഇത്ര കാറ്റെന്ന് എനിക്കറിയില്ല. എനിക്ക് വീഡിയോയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, കാറ്റിൻ്റെ ആ ഒരു തീവ്രമായ സൗണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ വരെ വന്നാലേ അപ്പോൾ ആ ഒരു ബ്രിഡ്ജൂടെ കണ്ടിട്ട് തിരിച്ചു പോകാം. അങ്ങനെ നമ്മൾ അഗളി എന്ന് പറയുന്ന സ്ഥലമൊക്കെ എത്തിയപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ വഴി സൈഡിൽ കണ്ട ഒരു ചെറിയൊരു ഹോട്ടലാണിത്. അവിടെ നല്ല എന്താ പറയുക, വീട്ടിലെ ഊണ് നല്ല ചോറ്, പിന്നെ മത്തി വറുത്തത് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേനും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കയറിയിരുന്നു. നമുക്ക് കഴിക്കാനൊക്കെ അവർ തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കോട്ടത്തറ ബ്രിഡ്ജൊക്കെ പാസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ആ ബ്രിഡ്ജ് കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ തോന്നിയേയില്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ സാധാരണ ഒരു പാലം, അതിനടിയിൽ കൂടെ വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ എന്തോ വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ പോലൊക്കെ തോന്നി. അത് കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അതും അട്ടപ്പാടി റൂട്ട് നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റി. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ആനക്കട്ടി റോഡിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ ഒരു പേപ്പർ ക്രാഫ്റ്റ് കഫേ എന്ന് പറയുന്ന ഒരു കഫേ ഞാൻ കണ്ടത്. ഭയങ്കര പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല രസം തോന്നി. ഓരോരുത്തരൊക്കെ വണ്ടി നിർത്തി നോക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ നോക്കിയപ്പോൾ അവിടെ ടെൻറ്റ് പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഫേ ഒക്കെ ഉണ്ട്. കണ്ടോ, ടെൻറ്റൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് കയറി നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ കയറാനൊന്നും പോയില്ല. അടുത്ത തവണ ഇനി വരുമ്പോൾ ഇതിലെങ്ങാനും കയറാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരു 3-3:30 നമ്മൾ അട്ടപ്പാടി റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അങ്ങ് താഴത്തെത്തി. അങ്ങനെ ഞാൻ അവിടെ വണ്ടി നിർത്തി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ വീട്ടിലെത്തി. ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ തിരിച്ചെത്തി.
ഞാനിവിടുന്ന് അട്ടപ്പാടി പോകുന്നതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് റോഡിൻ്റെ അവിടെ വരെ പോയിട്ടൊക്കെ തിരിച്ച് വരാമെന്നൊക്കെ കരുതിയാണ് ഇവിടുന്ന് ഇറങ്ങിയത്. എന്നെക്കൊണ്ട് അത്രയൊക്കെ ഓടിക്കാൻ പറ്റുള്ളതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പോയി കാഴ്ചയൊക്കെ കണ്ട് ആ റൈഡൊക്കെ ആസ്വദിച്ച് പോയി ആനക്കട്ടിയും കഴിഞ്ഞു, അട്ടപ്പാടിയും കഴിഞ്ഞു, മണ്ണാർക്കാട് റോഡ് വരെ എത്തി. അപ്പോൾ പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് വിശക്കാറായി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ കയറി ഒരു നല്ലൊരു ഹോട്ടൽ കണ്ടു. തിരിച്ച് വരുന്ന വഴിക്ക് ചെറിയൊരു ഹോട്ടൽ കണ്ട് അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ചെത്തി. ഞാൻ റൈഡിങ്ങിലും പിന്നെന്താ കാഴ്ചയൊക്കെ കണ്ട് പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് എനിക്ക് പകുതി ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റിയ ക്ലിപ്സൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ട്രിപ്പായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ലൊരു പീസ്ഫുൾ ഡേ ആയിപ്പോയി ഇന്ന്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. തിരിച്ച് വരുന്ന വഴി ഞാൻ 3 വടയൊക്കെ ഇവിടെ അടുത്തൊരു കടയിൽ കയറി വാങ്ങിച്ചു. ഇനി അതൊക്കെ കഴിക്കണം. തിരിച്ചിപ്പോൾ വന്നപ്പോൾ 4 മണിയായി. ഞാൻ കറക്റ്റ് 12 മണിയായപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. തിരിച്ച് വന്നപ്പോൾ 4 മണിയായി. എന്തായാലും നല്ല ചോറും ഇതൊക്കെ കഴിച്ചു. നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. ഈ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് എനിക്കിങ്ങനെ ബോറടിക്കും. എനിക്കിങ്ങനെ ഫുഡ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നതിനൊക്കെ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാം. ഒന്നും കഴിച്ചില്ലേലും വേണ്ടത്തില്ല, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാഴ്ച കണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ സമാധാനത്തോടെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ പോയതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻസിലൂടെ അറിയിക്കുക. എന്നെപ്പോലെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പം ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ. ഇനി അടുത്ത നല്ല വീഡിയോയിൽ കാണാം. ബൈ.